12ാം ആഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞ് മൂത്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? കൂടാതെ ഈ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതേപോലെ നിങ്ങളിൽ കറുത്ത പാടുകൾ കാണാനും ഈ ആഴ്ച മുതൽ ആരംഭിക്കും. ഈ ആഴ്ചയിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അത് കുഞ്ഞിന്റെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ആഴ്ചയിൽ കുഞ്ഞിലും അമ്മയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും ലക്ഷണങ്ങളും അറിയാനായി വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ കുഞ്ഞ് വളർന്ന് ഇപ്പോൾ ഒരു ചെറുനാരങ്ങയോളം ആയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞ് മുമ്പത്തേതിന്റെ ഇരട്ടി വലുതായി. മാത്രമല്ല കൂടുതൽ മനുഷ്യരൂപത്തിലേക്ക് എത്തി തുടങ്ങി. കുഞ്ഞിന്റെ കണ്ണുകൾ യഥാസ്ഥാനത്ത് കൃത്യമായി രൂപപ്പെട്ട് കഴിഞ്ഞു. കൈകാലിലെ വിരലുകളും കണ്ണിലെ പേശികളും ഇപ്പോൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച മുതൽ കുടലിന്റെ വളർച്ച ആരംഭിക്കാൻ തുടങ്ങും. ഇതുവരെ പൊക്കിൾക്കൊടിയുടെ ഭാഗമായിരുന്ന കുടൽ കുഞ്ഞിന്റെ വയറിന്റെ അകത്തേക്ക് വലിയുകയും കൂടാതെ മൂത്രം ഉൽപ്പാദിപ്പിക്കാനും തലച്ചോറും നാഡികളും പ്രവർത്തനം ആരംഭിക്കാനും തുടങ്ങുന്നത് ഈ ആഴ്ചയിലാണ്. ഈ ആഴ്ചയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നിങ്ങളുടേതിനേക്കാൾ ഇരട്ടിയാണ്. മിനിറ്റിൽ 120 മുതൽ 160 വരെ മിടിക്കുന്നുണ്ടാകും. ഈ ആഴ്ചയിലെ രസകരമായ ഒരു മാറ്റമാണ് കുഞ്ഞിന്റെ കൈകാൽ വിരലുകളിൽ നഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. അവ വേഗത്തിൽ വളരാനും ആരംഭിക്കുന്നുണ്ട്. നഖങ്ങൾ വളർന്ന് 34ാം ആഴ്ചയോടെ മാത്രമേ അവ വിരലറ്റം വരെ എത്തുകയുള്ളൂ. അതുകൊണ്ട് മാന്തി മുറിപ്പെടുത്തുമെന്ന പേടി വേണ്ട. കൂടാതെ നഖങ്ങൾ നല്ല മൃദുവായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പ്രഗ്നൻസി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഗർഭത്തിന്റെ 3ാം മാസത്തിലാണ്. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മുഖത്തിന്റെ നിറത്തിൽ മാറ്റം വന്നേക്കാം. മാത്രമല്ല മുൻപില്ലാത്ത വിധം ക്ഷീണവും അനുഭവപ്പെടാം. ഇത് സ്വാഭാവികമാണ്. നിങ്ങളുടെ ഗർഭപാത്രം ശരീരവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. മോർണിംഗ് സിക്നസ് കുറഞ്ഞതായും അനുഭവപ്പെടാം. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടാൻ തുടങ്ങും. ഇത് ചർമ്മം ഇരുണ്ടതാകാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ സ്ട്രെച്ച് മാർക്കുകളും വയറിന്റെ നടുഭാഗത്തായി ഇരുണ്ട നീണ്ട വര പ്രത്യക്ഷമാകാനും തുടങ്ങും. ഇങ്ങനെ ചർമ്മം ഇരുണ്ടതാവുന്നത് നിങ്ങളിൽ വിഷമമുണ്ടാക്കാം. ഇത് തടയാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. കാരണം വെയിലേൽക്കുമ്പോൾ സ്കിൻ കൂടുതൽ ഇരുണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ആഴ്ച മുതൽ പ്രഗ്നൻസി ഹോർമോണുകൾ നിങ്ങളുടെ വായ്ക്കുള്ളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അത് കാരണം മോണകൾ വീങ്ങാനും മൃദുവാകാനും തുടങ്ങിയേക്കാം. കൂടാതെ പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നും ചെറുതായി രക്തസ്രാവം ഉണ്ടാകാം. ഇങ്ങനെ ചെറുതായി രക്തം കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ സാധാരണമാണ്. പല്ലുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ദിവസവും 2 നേരം പല്ല് തേക്കുക. ചെറിയ രീതിയിൽ സോഫ്റ്റായ ബ്രഷ് ഉപയോഗിക്കുക. ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പല്ല് വൃത്തിയാവില്ല. അത് പ്രശ്നം കൂടുതൽ വഷളാക്കും. അടുത്തത് ടങ് ക്ലീനർ ഉപയോഗിക്കുക. ഇളം ചൂടുവെള്ളം കവിൾക്കൊള്ളുക. മധുരം അധികമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വേദനയോ കൂടുതൽ രക്തസ്രാവമോ കണ്ടാൽ ഒരു ദന്ത ഡോക്ടറെ കാണുക. അടുത്തത് ഈ ആഴ്ചയിൽ കൊഴുപ്പ് കുറഞ്ഞ മാംസാഹാരങ്ങളായിട്ടുള്ള കോഴിയിറച്ചിയും ആട്ടിറച്ചിയും കഴിക്കുന്നത് നല്ലതാണ്. അതിൽ ബി വിറ്റാമിനുകളും ഇരുമ്പും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അവ കുഞ്ഞിന്റെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കും. കോഴിയിറച്ചിയുടെ തൊലിയിൽ ധാരാളം കൊഴുപ്പുണ്ട്. അതുകൊണ്ട് തൊലി നീക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ആഴ്ചയിൽ ശരീരം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ശരീരത്തിൽ രക്തവും അമ്നോറ്റിക് ദ്രാവകവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പകരം ജ്യൂസുകളോ തേങ്ങാ വെള്ളമോ തിളപ്പിച്ചാറിയ പാലോ കുടിക്കാവുന്നതാണ്. അതേപോലെ ജലാംശം അടങ്ങിയ തണ്ണിമത്തൻ, ഷമാം, ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും കാബേജ്, ക്യാപ്സിക്കം, ചീര, വഴുതന തുടങ്ങിയ പച്ചക്കറികളും കഴിക്കാവുന്നതാണ്. കഫീൻ അടങ്ങിയ പാനീയങ്ങളും കൂൾ ഡ്രിങ്ക്സും ഒഴിവാക്കുക. അത് നിങ്ങൾക്കും കുഞ്ഞിനും ദോഷം ചെയ്യും. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും പ്രഗ്നൻസി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.